Hi. So, you are welcome to another session. So, this session we will deal with inductor. Okay. So, we have seen the or we നമ്മൾ രണ്ട് പേരെ പരിചയപ്പെട്ടു അല്ലേ റെസിസ്റ്ററിനെയും പരിചയപ്പെട്ടു കപ്പാസിറ്ററേയും പരിചയപ്പെട്ടു okay and resistor will induce a block to the flow of current and a capacitor will store the charge okay and the charge stored is directly proportional to the applied voltage so idum nammal kandu okay so now ini nammal nokkan povunathu another very important passive component aya inductor kurichana okay so inductor ennu parnal it will induce something that induces something so അങ്ങനെ നമുക്ക് അതിനെ ഇൻഡക്ടറിനെ കാണാം നമ്മൾ കപ്പാസിറ്റർ കണ്ട പോലെ കപ്പാസിറ്റർ ഗോട്ട് എ കപ്പാസിറ്റി ടു സ്റ്റോർ ചാർജ് അതേപോലെ ഇൻഡക്ടർ വിൽ ഇൻഡ്യൂസ് സംതിങ് ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഇൻഡക്ടർ ഈസ് ഗോയിങ് ടു ഇൻഡ്യൂസ് okay so once again welcome to this session that deals with inductor and few other things okay so let's begin so ഇതാണ് ഒരു ഇൻഡക്ടറിൻ്റെ ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ ഒരു ഫിസിക്കൽ ഫോം ഓഫ് ആൻ ഇൻഡക്ടർ ഈസ് നത്തിങ് ബട്ട് എ കോപ്പർ കോയിൽ ഓർ കോപ്പർ വയർ ഇൻ ദ ഫോം ഓഫ് എ കോയിൽ അല്ലെങ്കിൽ ഒരു കോയിൽ ഓഫ് വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇൻഡക്ടറിനെ ഓക്കെ നോർമലി വി ചൂസ് കോപ്പർ ഓക്കെ സോ നമ്മളതിനെ ഒരു കോയിൽ രൂപത്തിൽ വൈൻഡ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത് we will move on to that section in quite detailed way like നമ്മൾ ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് like L that is the indication of ഇൻഡക്റ്റൻസ് അത് നമ്മൾ എങ്ങനെയാണ് ഫോർമുല വൈസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ സോ ആസ് ഐ മെൻഷൻഡ് ഇറ്റ്സ് നത്തിങ് ബട്ട് എ കോയിൽ ഓക്കെ ആൻഡ് there is a current flowing through the coil I. So whenever there is അപ്പോൾ നമുക്കറിയാം ഞാൻ ഇൻഡക്ടറിൻ്റെ വർക്കിങ്ങിലേക്കാണ് വരുന്നത് ഓക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനിലേക്കാണ് വരുന്നത് ഓക്കെ സോ വെൻ യു നോ വാട്ട്സ് ഹാപ്പനിങ് ദെൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ക്ലിയർ so whenever there is a current I flowing through this coil this is nothing but a normal wire okay you take any wire for granted like for example you take copper or you take silver or you take any conducting wire you take iron wire anything like that if you make it in a coil it will function just like an inductor okay ningaladu physics class like plus 2 lok padichirikkum solenoid okay so idakke work cheyyunnathu എന്തിന് നമുക്ക് കറണ്ട് ലഭിക്കുന്നത് പോലും ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് ലൈക്ക് യുനോ ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല മൈ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ ഈസ് ഇൻഡക്ടർ ഓക്കെ സോ വെൻ ദർ ഇസ് എ കറണ്ട് സോ ശരിക്കും ശ്രദ്ധിക്കുക ഐ എം സ്റ്റാർട്ടിങ് ഇറ്റ് ലൈക്ക് ദിസ് സോ വെൻ എ കറണ്ട് ഐ ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് കോയിൽ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കോയിൽ അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ ഈ കോയിലുമായി ബന്ധപ്പെട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഫോം ചെയ്യും ഓക്കെ സോ വെൻ ദർ ഇസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ ആ കോയിലുമായി ബന്ധപ്പെട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഫോം ചെയ്യും ഓക്കെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് എനർജി വിൽ ബി ഫോംഡ് ഓക്കെ ഇനി ഇമാജിൻ ദാറ്റ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ എ കോൺസ്റ്റൻറ്റ് റേറ്റ് കറണ്ട് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ റേറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവും കോൺസ്റ്റൻ്റ് ആയിരിക്കും ക്ലിയർ സോ ബട്ട് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ കറണ്ട് ഈ കറണ്ട് ചെറുതായിട്ടൊന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക ദെൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ദ ഫ്ലക്സ് വിൽ ഓൾസോ ചേഞ്ച് സോ ദ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ ഓൾസോ ചേഞ്ച് ക്ലിയർ സോ വി ക്യാൻ ഓൾവേസ് റൈറ്റ് ലൈക്ക് ദിസ് സോ ചേഞ്ച് ഇൻ ഐ വിൽ ലീഡ് ടു ചേഞ്ച് ഇൻ flux okay so whenever there is a change in current input current or the current flowing through the coil the change is reflected in the change in flux okay or the change is reflected in the flux also ee oru change in flux will induce an EMF that is it is known as electromotive force okay so this is very important so ee change in current karanam undavunna change in flux ee change in flux will induce an EMF electromotive force in the coil and this electromotive force will act exactly opposite to that of current
കറണ്ട് ഫ്ലോവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജാണ് EMF. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻഡക്ടർ ഓപ്പോസിസ് എ ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ, സോ അതാണ് ഇൻഡക്ടറിൻ്റെ മെയിൻ ഫങ്ഷൻ. ലൈക്ക് അതിൻ്റെ ഫങ്ഷണൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ഓപ്പോസിസ് എ ചേഞ്ച് ഇൻ കറണ്ട്. അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ I, there is a current, there is a change in flux, and this change in flux will induce an EMF in the coil, and this induced EMF will oppose the change in current. Clear? And this EMF, ഞാൻ പറഞ്ഞു, this EMF is nothing but induced voltage. So this is nothing but voltage. Okay, and this voltage is directly proportional to what? നമ്മളിപ്പോൾ പറഞ്ഞു change in current. So change എന്ന് പറഞ്ഞാൽ it is a rate. So change in current, rate of current change is well defined like this. So this V is directly proportional to di by dt. Okay, അല്ലെങ്കിൽ the induced EMF or the induced voltage that opposes the change in current. കറണ്ടിൻ്റെ വേരിയേഷനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആ വോൾട്ടേജ്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഓപ്പോസിറ്റ് ചെയ്യാൻ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആയത് ആ വോൾട്ടേജ്, this voltage is directly proportional to change in current with respect to time. So adana di by dt. Ini let's just remove this proportionality constant and always write it like this. So induced voltage V in the coil is given as L into di by dt, and this L is nothing but our inductance. So ee parayunna voltage is dependent upon the very value of the inductance associated with the coil. അല്ലെങ്കിൽ കോയിലിൻ്റെ ഇൻഡക്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ വോൾട്ടേജ്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. സോ എത്രമാത്രം വോൾട്ടേജ് കറണ്ടിനെ ഓപ്പോസിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ദ കോയിൽ ഓർ ദി ഇൻഡക്റ്റൻസ് എഫക്റ്റ് ഓഫ് ദി കോയിൽ. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ നൗ യു ക്യാൻ ഓൾവേസ് ഡിഫൈൻ ദി വർക്കിംഗ് ഓഫ് എൻ ഇൻഡക്ടർ. സോ ചുരുക്കി പറഞ്ഞാൽ എന്താ, എൻ ഇൻഡക്ടർ ഓർ എ coil which is associated with the flux will work opposite to that of the current flowing or change in current flowing. Change in current flowing. ഇനി ഈ കറണ്ട് ഫ്ലോയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പോസിറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ചേഞ്ച് ഇൻ കറണ്ട് ഫ്ലോവിനെ ഓപ്പോസിറ്റായിട്ട് ഇൻഡക്ടർ വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് സിമ്പിളായിട്ട് പറയാം, ഇൻഡക്ടർ ബ്ലോക്സ് എ ചേഞ്ച് ഇൻ കറണ്ട്. വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, സോ ഇൻഡക്ടർ ബ്ലോക്സ് എ ചേഞ്ച് ഇൻ കറണ്ട്. എന്താണ് ഇനി കുറച്ചും കൂടി നമ്മൾ താഴോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ, വാട്ട് ഈസ് ദിസ് ചേഞ്ച് ഇൻ കറണ്ട് നോൺ ആസ്? സോ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് വെച്ചാൽ വേരിയിങ് കറണ്ടിന് നമ്മൾ എന്താ വിളിക്കുക, AC, റൈറ്റ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. സോ ദിസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഈ ഒരു കറണ്ടിനെ ഓപ്പോസിറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ് ഇൻഡക്ടർ. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഡക്ടർ വിൽ ഓൾവേസ് അലൗ DC to pass, while a capacitor will always allow AC to pass. So ഇതാണ് നമുക്ക് കഴിഞ്ഞ ഡിസ്കഷനും ഈ ഡിസ്കഷനും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ്. സോ ഇൻഡക്ടർ വിൽ അലൗ DC കറണ്ട് ഓൺലി, അല്ലെങ്കിൽ DC കമ്പണൻറ്റ് മാത്രം അലോ ചെയ്യും. കാരണം എന്താ, നമുക്കിത് ഈ ഒരു എക്സ്പ്ലനേഷൻ ഈസ് ഹിയർ. ഓക്കെ, ദിസ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വിൽ ഒപ്പോസ് എനി ചേഞ്ച് ഇൻ കറണ്ട്. സോ ഇറ്റ് വിൽ സോ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഇൻഡക്ടർ എപ്പോഴും DCനെ മാത്രമേ കടത്തിവിടുള്ളൂ. ഓക്കെ, സോ ഓൺലി DC കറണ്ട് ക്യാൻ ഫ്ലോ ത്രൂ. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ കറണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് മാത്രമേ ഇൻഡക്ടർ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ അത് കടത്തിവിടുള്ളൂ. ബട്ട് കപ്പാസിറ്റർ അങ്ങനെയല്ല, ഇറ്റ് വിൽ അലൗ AC ടു പാസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണെന്ന് വിചാരിക്കുക, ഒരു IC ആണെന്ന് വിചാരിക്കുക. യു ഹാവ് എ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, ഈ ICക്ക് നമുക്കൊരു സപ്ലൈ കൊടുക്കണം. സേ ദിസ് സപ്ലൈ ഇസ് 5 volt. ആൻഡ് ഇമാജിൻ ഇഫ് ദിസ് IC നമ്മുടെ പവർ സപ്ലൈ 5 volt കൊടുക്കുന്ന സപ്ലൈ ഒന്നും വളരെ സ്റ്റേബിൾ അല്ലേ? സോ ഇമാജിൻ ദിസ് IC ഈസ് വെരി വെരി സെൻസിറ്റീവ് ടു ചേഞ്ച് ഫ്ലക്ച്വേഷൻ ഇൻ ദിസ് വോൾട്ടേജ്. അതായത് 5 volt എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഈസ് 0 volt. ഓക്കെ, ആൻഡ് ഐ ഡ്രോ ഇറ്റ് ഹിയർ. സോ ദിസ് ഈസ് 5 volt.
steady 5 volt, steady DC 5 volt. Okay, but ഇതൊരിക്കലും നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. 5 volt is always like this. It will be always like this. You can actually plot it in a CRO. So നമ്മൾ ശരിക്കും ഇതിൻ്റെ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ it is not a 5 volt steady line. So just imagine you have an IC which is very sensitive to change in fluctuation in the DC voltage. So what you do is actually you take a capacitor and ground it. This is general practice, especially digital ICs, because they are very sensitive to fluctuations in the voltage, like supply voltage. So എന്താ അവിടെ സംഭവിക്കുക? ഈ ഫ്ലക്ച്വേഷൻ ഇസ് വാട്ട്? ഒരു ഡി സിയിൽ ഒരു എ സി കമ്പണൻറ്റ് ഇൻസേർട്ട് ചെയ്തതിന് തുല്യമാണല്ലോ ഈ ഫ്ലക്ച്വേഷൻസ്. ക്ലിയർ? സി മൈ പോയിൻ്റ് ഈസ് ഐ വിൽ ടേക്ക് ദിസ് സ്പേസ്. ഓക്കെ, ഞാൻ ഈ ഒരു പാർട്ട് ഐ വിൽ ജസ്റ്റ് റബ് ദിസ് ഓഫ്. See, everything is related, very well related, so I'll just explain that. Okay, so AC-യിൽ DC-യിൽ AC കമ്പണൻറ്റ് വരിക എന്ന് പറയുന്നത് എങ്ങനെ? I'll just show you. So you have a signal like this. Okay, so this is a DC signal, perfect DC, that is 0 volt, and this is 5 volt. Imagine this is 5 volt DC, and you always know this is AC, right? And this is 0 volt, and this is plus, and this is minus. So it changes its polarity, right? ഇതാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന AC. ഇനി there is one more signal known as this. Okay, so this is 0 volt and this is 5 volt. Okay, so മൂന്ന് type of signals ഉണ്ട്. ഒന്ന് DC signal, that is perfect DC. Then you have AC signal, that is alternating current, and then you have one more signal which is this is what I am discussing here. There is one more signal here which is known as DC with AC component in it. Okay, ഇത് DC ആണ്, but it has got AC component in it. So അതിനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. So that is actually noise. We are expecting a straight line, but what we are getting is a AC component being carried by this DC voltage because of noise. അതായത് നോയ്സ് കാരണം ഒരു AC കമ്പണൻറ്റ് അതിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്, which is not good. Okay, DC-യിൽ ഈ ഒരു പറഞ്ഞ ഫ്ലക്ച്വേഷൻ AC component is not good for any circuitry. Okay, especially for example amplifiers or any tuning circuits, it is not good. It will induce unwanted noises. Okay, so adine namak endu cheyam? So ee AC component namak endu cheyam? So since capacitor will conduct AC current, okay, as I mentioned here, capacitor allows AC to pass through. What will happen? The AC component will get nullified, directly ground like അത് പിന്നെ കണക്റ്റ് ആയിക്കോളും. സോ എനി AC കമ്പണൻറ്റ്, എനി ഫ്ലക്ച്വേഷൻ ഇൻ ദി DC വോൾട്ടേജ് ഹിയർ, അതിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഇല്ല, ഫ്ലക്ച്വേഷൻ മുഴുവൻ ഈ കപ്പാസിറ്റർ ടേക്ക് കെയർ ചെയ്തോളും. അത് നേരെ എർത്തിലേക്ക് ഗ്രൗണ്ട് ചെയ്ത് പോയിക്കോളും. അതായത് സർക്യൂട്ടിലേക്ക് കിടക്കില്ല, അല്ലെങ്കിൽ IC-ലേക്ക് കിടക്കില്ല. സോ ദാറ്റ്സ് ദി ഐഡിയ. സോ ദിസ് കപ്പാസിറ്റർ ഹിയർ, ഈ കപ്പാസിറ്റർ റോൾ ഇസ് നോട്ട് ആസ് bypass capacitor. So it will bypass the AC component and it is actually filtering out the DC input voltage, അല്ലെങ്കിൽ DC വോൾട്ടേജിന് ലൈക്ക് ബയസിങ് വോൾട്ടേജിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ. ഞാൻ ബയസിങ്ങിലൊക്കെ കുറിച്ച് പിന്നീട് പറയാം. ബട്ട് ദ പോയിന്റ് ഈസ് capacitor will allow AC component to pass through and an inductor will allow DC component to pass through. ഇത് ശരിക്കും മനസ്സിലാക്കുക വ്യക്തമായിട്ട്. ഓക്കെ, ഇനി എന്താണ് ഇൻഡക്ടർ എന്നുള്ളത് നമ്മൾ കണ്ടു. So inductor is a device that opposes any change in input current. So if there is change in input current, it will induce a voltage. That voltage is what? That voltage is known as EMF, electromotive force. Our voltage will oppose, that voltage will oppose the change in current in the coil. Okay, so ഇങ്ങനെയാണ് ഇൻഡക്ടർ വർക്ക് ചെയ്യുക. And the unit of inductance is
ഹെൻറി നമുക്കറിയാം, ഹെൻറി എച്ച് എന്നാണ് നമ്മൾ like farad in capacitor. Here it is Henry, so unit is Henry. Okay, now coming to the equation. So നമ്മൾ നേരത്തെ പറഞ്ഞു voltage V is equal to inductance into di by dt അല്ലേ? അങ്ങനെയാണെങ്കിൽ inductance you can always write as what, as V divided by di by dt അല്ലേ? That is voltage divided by di by dt, or there is a very general expression for inductance L is given as nu R, okay, into A into n square by L. So this is the equation or standalone equation for inductor. Okay, ഇതും ഈ ഒരു പിക്ചറും ഈ കാണിച്ചിരിക്കുന്ന പിക്ചറും തമ്മിൽ റിലേറ്റഡ് ആണ്. വേർ mu r ഈസ് നോൺ ആസ് ദി റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദി കോർ. ഈ ഉപയോഗിച്ചിരിക്കുന്ന കോറിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കോറിൻ്റെ ദിസ് ഈസ് നോൺ ആസ് കോർ. സോ ദി മെറ്റീരിയൽ ദാറ്റ് ഗോസ് വയാ ദി കോയിൽ ഈസ് നോൺ ആസ് കോർ. ഈ കോറിൻ്റെ പെർമിയബിലിറ്റി, സോ എന്താ പെർമിയബിലിറ്റി? പെർമിയബിൾ, അതായത് പാസ് ചെയ്യാൻ സഹായിക്കുന്ന എന്നർത്ഥം വരുന്നതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സോ ദ പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ, സോ അത് അഗെയിൻ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെറ്റീരിയൽ ദാറ്റ് യൂസ്. ഓക്കെ, സോ ആ ഒരു പെർമിയബിലിറ്റിനെ അല്ലെങ്കിൽ മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ് ന്യൂ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ദെൻ യു ഹാവ് എ ആൻഡ് എ ഇൻഡിക്കേറ്റ്സ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ഇൻസൈഡ് ദി കോയിൽ. കോയിലിൻ്റെ അകത്തുള്ള ഏരിയ ആണ് എ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Or you can always, like for generalization, you can always say the area of cross section of the the core that is used in the coil. Okay, core inde area of cross section എന്ന് പറയാം. And n is number of turns of the coil. നമ്മുടെ കോയിലിൻ്റെ number of turns ആണ് n എന്ന് പറയുന്നത്. L is the length of the core. Okay, keep in mind it's not the length of the coil, so don't get confused. നമ്മുടെ റെസിസ്റ്ററിൻ്റെ കേസിൽ എൽ ലെങ്ത് ഓഫ് ദി കണ്ടക്റ്റീവ് മെറ്റീരിയലാണ്, ബട്ട് ഇൻ ദിസ് കേസ് എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി കോർ. ഓക്കെ, കോറിൻ്റെ ലെങ്ത്തും കോറിൻ്റെ ഏരിയയുമാണ് ഇവിടുത്തെ ഫാക്ടർ. സോ 3 വേരിയബിൾസ് ആർ വർക്കിംഗ് ഹിയർ ദാറ്റ് ഡിറ്റർമിൻസ് ദി ഇൻഡക്റ്റൻസ് എൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കോർ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ ആൻഡ് ലെങ്ത് ഓഫ് ദി കോർ. ക്ലിയർ? സോ ഇതിനെ ആണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ബ്രീഫ് ഓർ ദാറ്റ്സ് ദി ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദി ഇൻഡക്ടർ. ദെൻ മെയിനായിട്ട് ദർ ആർ ലൈക്ക്, സോ ആ താഴത്തെ ആ ഡയഗ്രാം ഒന്ന് റെഫർ ചെയ്യാം. സോ ദാറ്റ്സ് ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഇൻഡക്ടർ. ഓക്കെ, സോ ഇത് പിന്നെ now we have seen all the 3 cases, like 3 കമ്പണൻസിൻ്റെയും ലൈക്ക് ഡിഫൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മളിപ്പോൾ കണ്ടു. and these are the main 3 passive elements that are used. Okay.